നമുക്കിപ്പം ജെയ്സനുണ്ട്. ജെയ്സൺ, ഗുഡ് മോർണിംഗ്. ചേലക്കരയിൽ 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണെങ്കിലും 2 മുന്നണികൾ LDFും UDFും സംബന്ധിച്ച് കനത്ത പോരാട്ടം നടത്തി. അതിൻ്റെ ആത്മവിശ്വാസം 2 മുന്നണികൾക്കുമുണ്ട്. പക്ഷേ അന്തിമമായി UR പ്രദീപും ഇടതു ക്യാമ്പും പറയുന്നത് ഒരു 15,000-ന് മുകളിൽ തന്നെ ഭൂരിപക്ഷം ഇത്തവണ പ്രതീക്ഷിക്കാമെന്നാണ്. കണക്ക് കൂട്ടലുകളിൽ ആത്മവിശ്വാസത്തിൻ്റെ ആനുകൂല്യം ആർക്കാണ് ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പ്രധാനമായും നേരത്തെ പറഞ്ഞു, പാലക്കാട് വലിയ തോതിൽ വിവാദ കോലാഹലങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമായൊരു മണ്ഡലമാണെങ്കിലും നിശബ്ദമായ പ്രചരണം കൊണ്ട് ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. ചേലക്കരയിൽ ആർക്കും അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ 96 മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഒരു സംശയവുമില്ലാതെ LDFന് പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ച ഒരു ചേലക്കര മണ്ഡലം. LDF ക്യാമ്പ് ഇപ്പോഴും വളരെ ആത്മവിശ്വാസത്തിലാണ്. 10,000-ന് മുകളിൽ വോട്ടിന് ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല. പക്ഷേ ഇത്തവണ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP പിടിക്കുന്ന വോട്ടുകൾ, DMK പിടിക്കുന്ന വോട്ടുകൾ, അതേ ആശ്രയിച്ചിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വിജയം ആർ നേടുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. 177 ബൂത്തുകൾ, ആദ്യത്തെ 1 മുതൽ 46 ബൂത്തുകൾ വരെ എണ്ണിക്കഴിയുമ്പോൾ അറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാറ്റ് എങ്ങോട്ടെന്ന്. കാരണം 3 പഞ്ചായത്തുകളും LDFിൻ്റെ കുത്തക പഞ്ചായത്തുകളാണ്. ഒന്ന് വള്ളത്തോൾ നഗർ, 15-ൽ 14 വാർഡുകളും LDFിന് കൈവശമിരിക്കുന്ന ഒരു പഞ്ചായത്ത്. വരവൂർ പഞ്ചായത്ത് മൃഗീയമായ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത്. ദേശമംഗലവും LDFിന് ശക്തമായ സ്വാധീനമുള്ള LDF ഭരിക്കുന്ന പഞ്ചായത്ത്. ഇത്തരത്തിൽ ഈ 3 പഞ്ചായത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ വോട്ടിൽ വലിയ വേരിയേഷൻ ഉണ്ടായാൽ അതിന് നൽകുന്ന സൂചന ഒരു അട്ടിമറിയിലേക്കായിരിക്കും. അതേസമയം വളരെ കംഫർട്ട് മെജോറിറ്റി 3 പഞ്ചായത്തുകളിലും ഉണ്ടായാൽ യാതൊരു സംശയമില്ല, കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ 2016-ൽ UR പ്രദീപ് ജയിച്ച 10,000-ലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വള്ളത്തോൾ നഗറിൽ ലഭിച്ചത് 1000-ന് മുകളിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷമാണെന്ന കാര്യം മറക്കരുത്. അത്തരത്തിൽ DMK പ്രധാനമായും ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ച 3 പഞ്ചായത്തുകൾ, ദേശമംഗലവും വരവൂരും വള്ളത്തോൾ നഗറുമായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലങ്ങൾ പഞ്ചായത്തുകൾ എന്നത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ DMK വളരെ ശ്രദ്ധയോടുകൂടി അവിടെ പ്രവർത്തിച്ചു. അതോടൊപ്പം BJP CPMൻ്റെ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. സങ്കേതങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ടെന്ന ഉറച്ചു പറയുന്നു അവർ. അങ്ങനെയാണെങ്കിൽ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പ്രവചനാതീതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാന നിമിഷം വരെ ഇതിൻ്റെ സന്ദേഹം നിലനിൽക്കും. പക്ഷേ അവസാനത്തെ എണ്ണുന്ന പഞ്ചായത്ത് പഴയന്നൂർ പഞ്ചായത്താണ്. പഴയന്നൂർ പഞ്ചായത്തിൽ നിലവിൽ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്താണ്, കൂടുതൽ ബൂത്തുകളുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരു സ്ഥിതിയിലെത്തി. ആദ്യത്തെ 3 പഞ്ചായത്തുകൾ നിർണായകമാണ്. LDFന് വ്യക്തമായ ഭൂരിപക്ഷം അവസാനത്തെ നിമിഷം വരെ. അതെ, ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ജെയ്സൺ പറഞ്ഞതാണ് അതിൻ്റെ കാര്യം. ആദ്യത്തെ 3 പഞ്ചായത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശമംഗലമാണെങ്കിലും ശരി, അതേപോലെ വരവൂരാണെങ്കിലും ശരി, ഈ മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ വള്ളത്തോൾ നഗറാണെങ്കിലും ശരി, ഈ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ LDF നല്ല ഭൂരിപക്ഷം നേടിയതാണ്. അവിടെയൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സൂചനയായി വേണം കണക്കിലാക്കാൻ. അതല്ലെങ്കിൽ UR പ്രദീപിന് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി തീരുകയും ചെയ്യും.